ഒന്നുമില്ല, പറയാനൊന്നുമില്ല. പിന്നെ ഈ പറഞ്ഞപ്പോ ഞാൻ എല്ലാം മീനൂട്ടിയെ കുറിച്ച് ആലോചിച്ചോണ്ടിരുന്നു. ഇതിന്റെ വരികളെല്ലാം ഞാൻ ഇങ്ങനെ ആലോചിച്ചു. ഇത് മീനൂട്ടി ആയിരുന്നെങ്കിലോ ഒരൊറ്റ ദിവസം സഹിക്കുവോ? പക്ഷെ മീനൂട്ടി അല്ലല്ലോ. ആണെങ്കിൽ, കാരണം ഇപ്പോഴത്തെ ചെറുപ്പക്കാർ വല്ലതും അങ്ങനെ ഒരു മുഴം തുണി മാത്രം മതി എന്ന് പറഞ്ഞാൽ കൂടെ പോവോ? അതന്നെ നിവേദയുടെ അടുത്ത് ഞാൻ ചോദിക്കാം, പാടിയത് എന്താണ്? വീരലൊന്നില്ലെങ്കിലും വീരനല്ലെങ്കിലും ഭർത്താവ് നിങ്ങൾ മതി. വരലും ഇല്ല വീരനും അല്ല, ഭർത്താവ് മതി. പിന്നെ അടുത്തത് ഒരു മുഴം തുണി വാങ്ങി തന്നാ മതി. അത്രേ ഉള്ളൂ, വേറൊന്നുമില്ല. അപ്പൊ അയാൾ പറയുന്നുണ്ട്, കാരണം നിനക്ക് വിശപ്പൊക്കെ വരുമ്പോ എന്റെ രക്തം കുടിക്കുമെന്ന് പറഞ്ഞു, എന്നാലും കുഴപ്പമില്ല. ഇതൊക്കെയാണ് ചിന്ത, ഇതൊക്കെയാണ് ചിന്ത. ഇപ്പോഴേ മീനൂട്ടിയുടെ ചിന്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊട്ടാരത്തിലുള്ള മഹാരാജാവ് പൃഥ്വിരാജിനെ പോലെ ഇരിക്കുന്ന, അതിനെക്കാട്ടിലും ഒരു 2 അടി കൂടുതൽ പൊക്കമുള്ളത് എന്നൊക്കെ ചിന്തനീയമായിട്ട് ഞാൻ നിൽക്കുക. എന്തെല്ലാമായാലും എന്ത് പറഞ്ഞാലും ഭർത്താവ് നിങ്ങൾ മതി എന്ന് പറഞ്ഞൊരു കാലഘട്ടം ഉണ്ടായിരുന്നു കേട്ടോ മീനൂട്ടി. 1962 ഉള്ളത്. 1962 അങ്ങനെയായിരുന്നു. പക്ഷെ ഇപ്പൊ ഒരു പിടിയില്ല കുഞ്ഞേ. ഈ പാട്ട് പാടി നിങ്ങളെ പോലുള്ള പിള്ളേരല്ലേ, നിങ്ങളുടെ ഐഡിയ ഇപ്പൊ പറഞ്ഞു കേട്ടില്ലേ? പിന്നെ ഇതുപോലൊക്കെ മതി, ഒരു മുഴം മുണ്ട് മതിയോ? നമുക്ക് വാങ്ങിക്കൂടെ മോളെ? ഇതിനകത്തുള്ള ഡീറ്റെയിൽ ഒക്കെ പറഞ്ഞു മീനൂട്ടിക്ക് പറഞ്ഞു കൊടുത്തേ. ഡീറ്റെയിൽ ഒക്കെ ഒന്ന് പറഞ്ഞേ പെട്ടെന്ന്. അതായത് തീരുമാനിച്ചുറപ്പിക്കട്ടെ. മീനൂട്ടിക്ക് ഒരു മുഴം തുണി വാങ്ങിച്ചു തരും. പിന്നെ വിരലും ഒന്നും കാണത്തില്ല, വിരലും ഇല്ല വീരനും അല്ല, പേടിച്ചോണ്ട. പിന്നെ ചിലപ്പോ ഒരു കച്ചമുണ്ട് വാങ്ങിച്ചു തരും, നാണം മറക്കാൻ മതി. പിന്നെ എന്തെല്ലാം ആയാലും എന്ത് പറഞ്ഞാലും പഷ്ണിക്ക് കിടന്നാലും ഒരു പ്രശ്നമില്ല. ഉണ്ട്, അല്ല ഇല്ല, കുഴപ്പമില്ലെന്ന്. എനിക്കുണ്ട്. ഇന്നത്തെ സ്ത്രീകൾക്ക് പ്രശ്നമില്ല, പഷ്ണിക്ക് കിടന്നാലും പ്രശ്നമില്ല. പിന്നെ വയറ് വിശക്കുമ്പം ശൃംഗാരം മാറുമെന്ന് അയാൾ പറയുന്നുണ്ട്. അപ്പം എന്റെ ചോര കുടിക്കുമെന്ന് പറയുന്നുണ്ട്, എന്നാലും കുഴപ്പമില്ലെന്ന് പറയും. നിങ്ങൾ മതി. അങ്ങനെ പറയാൻ പറ്റുമോ ആർക്കെങ്കിലും? ഇല്ല, വിശന്ന നിങ്ങളല്ലാതെ അവൻ കേട്ടിട്ടില്ലേ? അല്ല, ഇതൊക്കെ കേൾക്കാൻ കൊള്ളാം അല്ലേ? നിത്യചേച്ചിക്ക് എന്ത് തോന്നുന്നു? ഒരു 2 ഗ്ലാസ് ചോര കിട്ടി. അല്ല, ഇന്നത്തെ കാലത്ത് അല്ല, ഇന്നത്തെ കാലത്ത് ബാക്കി പോരട്ടെ, നമ്മള് ലേഡീസും ഇൻഡിപെൻഡന്റ് അല്ലേ? ഇൻഡിപെൻഡന്റോ? ഇൻഡിപെൻഡന്റ് ആണ്, അതായത് ഇൻഡിഫറന്റ് അല്ലേ? ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് അല്ലേ? അപ്പൊ അവര് വാങ്ങി തന്നില്ലെങ്കിൽ നമ്മൾ തന്നെ മേടിച്ചോളൂ. അല്ലെ, ഇപ്പോഴത്തെ സ്ത്രീകളെല്ലാം താങ്കളെ പോലെ എന്നാണ് വിചാരിക്കുന്നത്. ലക്ഷക്കണക്കിന് പാടി ഉണ്ടാക്കുന്നുണ്ട്. ഇല്ലല്ലോ, പാവപ്പെട്ടവർ എത്രയോ പേരുണ്ട്. അങ്ങനെ ആവണം എന്നാണോ ചേച്ചി ഉദ്ദേശിച്ചത്? അതെല്ലാരും ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആയിരിക്കണം എന്നാണ്. അയ്യോ, നമ്മൾ എങ്ങോട്ടായി പോയത്? മക്കളെ കുഞ്ഞെ, നിനക്ക് വേറെ ഏതെങ്കിലും ഒരു പാട്ട് എടുത്തോണ്ട് വന്ന് പാടിയാ പോരായിരുന്നു? ഞങ്ങളെ ഇങ്ങനെ വിഷമിപ്പിക്കും. കോൺട്രവേഴ്ഷ്യൽ ടോപ്പിക് ആണ് മക്കളെ. എന്തോ കിട്ടു ബ്യൂട്ടിഫുൾ ആയിട്ട് എക്സ്പ്രഷൻസും. ഇങ്ങനെ ആരെങ്കിലും പറഞ്ഞു കേട്ടിട്ടുണ്ട്, കൊച്ചു പരച്ചിക്കാൻ? ചേട്ടാ, ഇത്രയും നന്നായിട്ട് പാടിയിട്ട് മക്കളെ കൊച്ചു പരച്ചിക്കാൻ. ഇല്ല, അത് ആ സന്തോഷത്തിന്റെ ഒരു അറ്റാണ്. അതൊക്കെ മേലെന്ന് പറയത്തില്ല, അതിനകത്ത് തെറിവാക്കുകളൊന്നും ഇല്ല. അത് ഞാൻ സൂക്ഷിച്ച് ആലോചിച്ച്. മക്കളെ, അതിനും ഒരു ചെറിയ ഐറ്റം അതിൻ്റെ ഇടയിൽ ചെയ്യാൻ ശ്രമിച്ചു, അതൊക്കെ മനോഹരമായിരുന്നു. പിന്നെ ഡാൻസേഴ്സും ഒക്കെ കൂടെ ചേർന്നപ്പോ ഒട്ടും വേണ്ടായിരുന്നു മക്കളെ ഈ പാട്ട്.